പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഈ സമയം പ്രാർത്ഥനയോടെ അടുത്ത് വരുന്ന കർത്താവെ, ദൈവമേ, ഈ വൈകിയ സമയത്ത് കർത്താവിൻ്റെ തിരുവചനങ്ങളെ ചിന്തിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണം. അടിയനെയും കേൾക്കുന്ന മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല സമയം റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കർത്താവിൻ്റെ തിരുവചനമായി കടന്നു വരുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സമയങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്രകാരം ഒരവസരത്തെ എനിക്കായി വേർതിരിച്ച കർത്താവിൻ്റെ ദാസി റോസ്ലിൻ സുരേഷിനോടുള്ളതായിരിക്കുന്ന നന്ദിയും സ്നേഹത്തെ ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ഇന്ന് പകൽ ധാരാളമായി ഈ പേജിനെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ചിന്തിക്കാം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരുള്ളതായിരിക്കണമെന്ന് ദൈവവചനം നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ് നാം വായിക്കുവാനിടയായി തീർന്നത്. ഇവിടെ നമുക്കിതിൻ്റെ ഹെഡിങ്ങിൽ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് വായിക്കുവാൻ സാധിക്കുന്നുവെങ്കിലും ഈ പുസ്തകം നാം ആദ്യോടെ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെതായിരിക്കുന്ന പ്രവൃത്തികളെയാണ് നമുക്ക് ഈ പുസ്തകത്തിലുടനീളം കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പോസ്തലന്മാരിലൂടെ മാത്രമല്ല ഈ പുസ്തകത്തിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിരിക്കുന്നത്. കർത്താവിൽ വിശ്വസിച്ച മറ്റു ശിഷ്യന്മാരിലൂടെയും, അതായത് അപ്പോസ്തലന്മാരല്ലാത്ത കർത്താവ് വിളിച്ച് വേർതിരിച്ച 12 ശിഷ്യന്മാരെയാണ് അപ്പോസ്തലന്മാർ എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പുസ്തകം നാം പഠിക്കുമ്പോൾ ആ 12 പേരിലൂടെ മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിച്ച, ദൈവവചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച മറ്റു ശിഷ്യന്മാരിലൂടെയും ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അപ്പോസ്തല പ്രവൃത്തികൾ എന്നുള്ളതായിരിക്കുന്ന പുസ്തകം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്ന് നമുക്ക് പറയുന്നതിൽ വളരെ യാഥാർത്ഥ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്: നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. ഹല്ലേലൂയ. ഇതിൻ്റെ വിശദമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കണമെങ്കിൽ ഇതിന് പുറകോട്ട് കുറെ കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നാം 8-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളെ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ പഠിക്കുകയാണ്: അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഹല്ലേലൂയ. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുവാൻ ഈ അധ്യായത്തിന് മുമ്പ് നാം പഠിക്കുമ്പോൾ ഒരു സംഭവം 7-ാം അധ്യായത്തിൽ നടന്നിട്ടുണ്ട്. അത് കർത്താവിൽ വിശ്വസിച്ച കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന സ്തെഫാനോസിൻ്റെ മരണമാണ്. 54-ാം വാക്യം മുതൽ നമുക്ക് പഠിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതായിരിക്കുന്ന സംഭവത്തെ തുടർന്ന് നടന്നതായിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് 8-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ സ്തെഫാനോസിനെ ഇവർ കൊല ചെയ്തതിന് ശേഷമായിട്ട് യെരുശലേമില് ആ സഭയ്ക്ക് വളരെ ഉപദ്രവം നേരിട്ടു എന്നാണ് 1-ാം വാക്യത്തിൽ, 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ യെരുശലേം സഭയ്ക്ക് ഉപദ്രവം നേരിട്ട് കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി എന്ന് നമുക്കവിടെ പഠിക്കാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ഒരു ഉപദ്രവം നേരിടുമ്പോൾ,
ഹല്ലേലൂയ. നാം മനസ്സിലാക്കിയാല് യഥാർത്ഥമായിട്ട് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ടതായിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഭയപ്പെടേണ്ടതായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നിശ്ചയമായിട്ടും നാം പതറിപ്പോകേണ്ടതായിരിക്കുന്ന സാഹചര്യം വരും. നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ ചിതറിപ്പോകുന്ന അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീരും. അതുകൊണ്ട് നാം ക്രിസ്തുവിൽ ധൈര്യമുള്ളവരായി തീരുന്നുവെങ്കിൽ ഹല്ലേലൂയ ഉറപ്പോടെ നിൽക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിപ്പാണ്ടിയായി തരും. ഇങ്ങനെ യെരൂശലേം സഭയ്ക്ക് ഉപദ്രവം നേരിട്ടപ്പോൾ ചിതറിപ്പോയതായിരിക്കുന്ന മറ്റു ശിഷ്യന്മാർ, ഹല്ലേലൂയ, അപ്പോസ്തലന്മാരൻ ഒഴികെ എല്ലാവരും ചിതറിപ്പോയി എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചിതറിപ്പോയതായിരിക്കുന്ന ശിഷ്യന്മാര് എവിടേക്കൊക്കെയാണോ ചിതറിപ്പോയത് അവിടെയെല്ലാം ഇവർ ചെന്ന വചനം സുവിശേഷിപ്പാനിടയായി തീർന്നു. 4-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഹല്ലേലൂയ. അപ്പോ ഇവർ ചിതറിപ്പോയെങ്കിലും ഇവരുടെ വിശ്വാസത്തിൽ നിന്ന് ഇവർ മാറിപ്പോയില്ല. യേശുവിന്റെ വചനത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസം ഇവർ വിട്ടുകളഞ്ഞില്ല. എവിടെയൊക്കെയാണോ അവർ കടന്നുപോയത് അവിടെയെല്ലാം ഈ വചനം പ്രസംഗിപ്പാനായിട്ടിടയായി തീർന്നു, അതിനെ സുശേഷിക്കുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോ ഇങ്ങനെ ചിതറിപ്പോയവരുടേതായിരിക്കുന്ന കൂട്ടത്തില് ഒരാളാണ് ഫിലിപ്പോസ് എന്ന് പറയുന്ന വ്യക്തി. ഹല്ലേലൂയ. അപ്പോൾ ഈ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിലേക്കാണ് പോകുവാനിടയായി തീർന്നത്. സ്തോത്രം. അപ്പോൾ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ കടന്നു എന്ന് അവിടെ ദൈവത്തിന്റെ വചനം സുവിശേഷിക്കുകയും അത് മുഖാന്തരമായിട്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ശമരിയ പട്ടണത്തിൽ നടക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. സ്തോത്രം. നമുക്കവിടെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ശമരിയയില് ശമരിയ പട്ടണത്തിൽ ഫിലിപ്പോസ് ചെയ്തതായിരിക്കുന്ന അത്ഭുത പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു: അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. അപ്പോൾ ഈ ഫിലിപ്പോസ് ചിതറിപ്പോയവരുടെ കൂട്ടത്തിൽ ഫിലിപ്പോസ് ഉണ്ടായിരുന്നുവെങ്കിലും ഫിലിപ്പോസ് ചെന്നെത്തിയതായിരിക്കുന്ന ശമരിയ പട്ടണത്തില് യേശുവിന്റെ വചനം ഘോഷിപ്പാനും അത് മുഖാന്തരം അനേക വീര്യപ്രവൃത്തികൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഫിലിപ്പോസിലൂടെയും ആ പട്ടണത്തിൽ സംഭവിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എവിടെയായിരുന്നാലും നാം കർത്താവിന്റെ വചനത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണെങ്കിൽ കർത്താവിന്റെ വചനം നാം സുവിശേഷിക്കുന്നവരായി തീർന്നാൽ ആ വചനത്തിന്റെ ശക്തിയിലൂടെ അനേകർ വിടുതൽ പ്രാപിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അവിടെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദുഃഖത്തിലാണ്ടിരിക്കുന്ന, ഹല്ലേലൂയ, രോഗത്തിൻ്റെതായിരിക്കുന്ന പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന, പൈശാചിക ബാധയാൽ കുടുങ്ങിയിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് യേശുവിന്റെ വചനം കടന്നു ചെല്ലുമ്പോൾ, യഥാർത്ഥ സത്യസുവിശേഷം കടന്നു ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നാം അവിടെ വായിക്കുന്നത് അവർ വിടുതൽ പ്രാപിച്ചതുകൊണ്ട് ആ പട്ടണം വളരെ സന്തോഷിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹല്ലേലൂയ കെട്ടപ്പെട്ടതായ അനുഭവത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായിട്ട് ദൈവവചനത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അറിഞ്ഞ, സത്യസുവിശേഷം അറിഞ്ഞ ഞാനും നിങ്ങളും നിശ്ചയമായിട്ടും ഈ വചനം അറിയാത്ത ജനത്തിന്റെ ഇടയിലേക്ക് ഹല്ലേലൂയ പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അത് നമ്മുടെ ദൗത്യമാണ്. കാരണം എന്താണ്? ഹല്ലേലൂയ. ജനം വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് യേശുവിന്റെ വചനം മാത്രമാണ്. നമ്മളവിടെ വായിക്കുന്നത് അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി എന്ന്. ഹല്ലേലൂയ. അപ്പോൾ സന്തോഷമുണ്ടായി എന്ന് പറയണമെങ്കിൽ ആ പട്ടണം സന്തോഷമില്ലാതിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. കാരണം എന്താ? ഹല്ലേലൂയ, ആ പട്ടണത്തില് അശുദ്ധാത്മാക്കൾ ബാധിച്ച വ്യക്തികളുണ്ടായിരുന്നു. ഹല്ലേലൂയ. അനേകം പക്ഷവാത രോഗികളുണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല മുടന്ത
മുടന്തരുമുണ്ടായിരുന്നു. പ്രൈസലോ. അപ്പോ ആമേൻ സ്തോത്രം പിശാചിനാൽ ബാധിക്കപ്പെട്ടവരും ആമേൻ സ്തോത്രം പക്ഷപാതക്കാരും മുടന്തരും ഒക്കെ നിറയപ്പെട്ടതായിരിക്കുന്ന ഒരു പട്ടണത്തിന് ഒരിക്കലും സന്തോഷിപ്പാൻ കഴിയില്ല. ആമേൻ കർത്താവിന്റെ ദാസനായ കർത്താവിന്റെ ശിഷ്യനായ ഫിലിപ്പോസ് ദൈവത്തിന്റെ വചനം ശമര്യ പട്ടണത്തിൽ ഘോഷിച്ചത് നിമിത്തം ആമേൻ ഇപ്രകാരമായിരുന്ന സകല വ്യക്തികളും ആമേൻ വിടുതൽ പ്രാപിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്കവിടെ വായിക്കാൻ സാധിക്കുന്നത് അനേകം പക്ഷപാതക്കാരെന്ന സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ എന്ന ആമേൻ ഏകവചനമല്ല നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ആമേൻ ബഹുവചനമാണ് അവിടെ ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വ്യക്തികൾ. ഹല്ലേലൂയ. ആമേൻ ഈ അനുഭവത്തിലായിരുന്ന ആമേൻ അനേകം വ്യക്തികൾ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇവരെല്ലാം ഈ പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും ആ പട്ടണത്തിന് സന്തോഷിപ്പാനായിട്ട് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ആമേൻ ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം ഘോഷിച്ച ആമേൻ കർത്താവിന്റെ ദാസനിലൂടെ ആമേൻ വിടുതൽ പ്രാപിച്ചതായിരിക്കുന്നത് മുഖാന്തരം ആമേൻ ആ പട്ടണം സന്തോഷിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ ഞാനും നിങ്ങൾ പാർക്കുന്നതായിരിക്കുന്ന പട്ടണം ആമേൻ സന്തോഷിക്കുവാൻ വകയില്ലാതെ വണ്ണ് ഹല്ലേലൂയ ദുഃഖത്തിലും നെടുവീർപ്പിലും ആമേൻ ദുഃഖത്തിലും കഴിയുന്ന അനുഭവമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആമേൻ ദൈവത്തിന്റെ വചനം നാം ഘോഷിക്കുമ്പോൾ, ദൈവവചനം അവിടെ ഇവിടങ്ങളെല്ലാം നാം എത്തിക്കുമ്പോൾ, ആമേൻ ആ വചനത്തിലൂടെ ആമേൻ വിടുതൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ദേശം സന്തോഷിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തുടർന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത് ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഫിലിപ്പോസ് ആമേൻ ദൈവത്തിന് ധാരിക്കുന്ന വചനങ്ങളെ ഘോഷിച്ചത് നിമിത്തം. പ്രൈസ് ദി ലോർഡ്. ആമേൻ നമുക്ക് അവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പഠിക്കാനായിട്ട് സാധിക്കുന്നത് ഈ പട്ടണത്തിൽ ശിമോൻ എന്ന് പറയുന്നതായ ആമേൻ ആഭിചാരം ചെയ്യുന്ന വ്യക്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോ ആമേൻ ഈ വ്യക്തി ഏറെ നാളുകളായിട്ട് അവിടെ ഉള്ളതായിരിക്കുന്ന ജനങ്ങളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. 10ാമത്തെ വാക്യത്തില് നമുക്ക് അങ്ങനെ വായിക്കാൻ സാധിക്കുന്നവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നുവെന്ന് പറഞ്ഞ് ആബാലവൃത്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. സ്തോത്രം. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കിയാൽ അത്രേ അവർ അവനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഈ ശിമോൻ എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തി ആമേൻ വളരെ നാളുകളായിട്ട് ഏറിയ കാലമെന്ന് നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കുന്നത്. ഏറിയ കാലമായിട്ട് ഹല്ലേലൂയ ഈ ശിമോൻ എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തി ആഭിചാരം ചെയ്ത് ജനത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ ഇദ്ദേഹം പറയുന്നത് ആമേൻ മഹതി എന്ന ആമേൻ ദൈവശക്തി ആകുന്നു എന്ന് പറഞ്ഞാണ് ഈ ജനത്തെ ആമേൻ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഇവൻ ആമേൻ വളരെ കാര്യങ്ങൾ ആമേൻ ചെയ്തത് നിമിത്തം പ്രൈസ് ദി ലോർഡ് ആമേൻ ആഭിചാരം ചെയ്ത നിമിത്തം ജനം ആമേൻ ഭ്രമിച്ചു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമുക്ക് ഫിലിപ്പോസ് ആമേൻ ദൈവത്തിന്റെ വചനം ഘോഷിച്ചത് നിമിത്തം 12ാമത്തെ വാക്യത്തിൽ നാം എങ്ങനെയാണ് വായിക്കുന്നത്? എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വിവിധ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. കണ്ടോ? അപ്പോൾ ഏറിയ നാളായിട്ട് ആഭിചാരം ചെയ്ത് ജനത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്ന ആമേൻ ശിമോൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഈ മന്ത്രവാദി ആമേൻ ഫിലിപ്പോസിലൂടെ ആമേൻ ദൈവരാജ്യത്തെക്കുറിച്ചും ആമേൻ യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചുമുള്ളതായിരിക്കുന്ന ആമേൻ സുവിശേഷം ഘോഷിക്കപ്പെടുകയും ഈ ഫിലിപ്പോസ് ിലൂടെ ആമേ വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഹല്ലേലൂയ അതുവരെയും ജനത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നതായിരിക്കുന്ന ഈ മന്ത്രവാദി ആമേ ഭ്രമിച്ചു പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. 13ാമത്തെ വാക്യത്തില് അവസാനം നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്, വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് അവനെ ശിമോൻ ഭ്രമിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ആമേൻ നമ്മെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആമേൻ ജനത്തെ ആഭിചാരം കൊണ്ട് ആമേൻ ഭ്രമിപ്പിക്കുന്നതായിരിക്കുന്ന ആമേൻ വലയ്ക്കുന്നതായിരിക്കുന്ന മന്ത്രവാദികൾ കൂടെ ആമേൻ ഭ്രമിച്ചു പോകുന്നതായിരിക്കുന്ന ആമേൻ സുവിശേഷമാണ് ഞാനും നിങ്ങളും ഘോഷിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ അതുവരെയും ജനത്തെ ഭ്രമിപ്പിച്ച ഈ വ്യക്തി ആമേൻ
കർത്താവിന്റെ ദാസനായി ഫിലിപ്പോസിലൂടെ നടന്ന വീര്യപ്രവൃത്തികൾ കണ്ട് ഹല്ലേലൂയ അവന് ഭ്രമിച്ചു പോകേണ്ടിയായി തീർന്നു. സ്തോത്രം. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ശിമോൻ താനും വിശ്വസിച്ച് സ്നാനം പറ്റി ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. കണ്ടോ? അപ്പൊ അതുവരെയും താൻ ചെയ്തു പോന്നതായിരിക്കുന്ന മന്ത്രവാദത്തെക്കാൾ കവിയുന്നതായിരിക്കുന്ന ഒരു ശക്തി ദൈവത്തിന്റെ ദാസനായി ഫിലിപ്പോസിലൂടെ വ്യാപരിച്ചപ്പോൾ വലിയ വീര്യപ്രവൃത്തികൾ നടക്കുന്നത് കണ്ടപ്പോൾ ഈ മന്ത്രവാദിയും തന്റെ മന്ത്രവാദത്തെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഫിലിപ്പോസിനോട് ചേർന്ന് നിൽക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ സമയം ഞാനൊന്ന് പറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനമേ, മന്ത്രവാദത്തെയും ആഭിചാരത്തെയും ഭയപ്പെടുന്നതായിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദത്തെ കേൾക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, അതിന്റെ ശക്തികളെ കവിയുന്നതായിരിക്കുന്ന മന്ത്രവാദത്തെയും മന്ത്രവാദിയെയും പരാജയപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ഹല്ലേലൂയ ശക്തിയാണ് നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം വിശ്വസിക്കുന്ന, നാം ഹല്ലേലൂയ ഘോഷിക്കുന്നതായിരിക്കുന്ന യേശു ഹല്ലേലൂയ ആഭിചാരത്തെക്കാളും ആഭിചാരകനേക്കാളും വലിയവനാണ് എന്ന് വിശുദ്ധ വചനം നമുക്ക് ഉറപ്പ് നൽകിയ. ഹല്ലേലൂയ. അതുകൊണ്ട് പതറാതെ, ഭയപ്പെടാതെ ധൈര്യത്തോടെ കർത്താവിനെ പിൻപറ്റുവാനും കർത്താവിന്റെ വചനങ്ങളെ സുവിശേഷിക്കുവാനും ധൈര്യമുള്ളവരായി നിലനിൽക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നാം താഴോട്ട് പഠിക്കുമ്പോൾ ഹല്ലേലൂയ ഫിലിപ്പോസ് നിമിത്തം സുവിശേഷം അറിഞ്ഞ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അറിഞ്ഞതായിരിക്കുന്ന ശമരിയ പട്ടണത്തിലെ യെരുശലേമിലുള്ളതായിരിക്കുന്ന ശമരിയ പട്ടണത്തിലായിരിക്കുന്ന ആളുകള് ഇവർ സുവിശേഷം അറിഞ്ഞു എന്ന് അപ്പോസ്തലന്മാർ കേട്ടപ്പോൾ ഹല്ലേലൂയ ഈ അപ്പോസ്തലന്മാര് കടന്നു വന്ന് ഇവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ വിശ്വസിച്ച ജനം ആത്മാവിൽ നിറയപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. അതുവരെയും അവരുടെ മേലെ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇവർ കേട്ടു. ഹല്ലേലൂയ. അവർ വിശ്വസിച്ചു. അവർ സ്നാനമേറ്റു. എന്നാൽ ഇവരുടെ മേല് അതുവരെയും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. സ്തോത്രം. 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അപ്പോൾ ഈ ശമര്യയിലുള്ളതായിരിക്കുന്ന ജനങ്ങള് ദൈവത്തിന്റെ വചനം കേട്ടു എന്ന് ഹല്ലേലൂയ അറിഞ്ഞപ്പോൾ ഈ അപ്പോസ്തലന്മാരെ അവിടേക്ക് അയപ്പാനായിട്ട് റെഡിയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പത്രോസും യോഹന്നാനും ഈ ശമര്യയിൽ വന്നിട്ട് അവിടെ വിശ്വസിച്ചതായിരിക്കുന്ന ജനത്തിന്റെ തലമേൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുവാനിടയായി. ഹല്ലേലൂയ. ഈ അപ്പോസ്തലന്മാരിലൂടെ നടന്നതായിരിക്കുന്ന ഈ പ്രവൃത്തി ശിമോൻ കണ്ടപ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ആഭിചാരം ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തി അപ്പോസ്തലന്മാർ ഈ ദൈവവചനം വിശ്വസിച്ച ജനത്തിന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന ഈ പ്രവൃത്തി ശിമോൻ കണ്ടപ്പോൾ ശിമോൻ ഒരു ആഗ്രഹം, ഈ അധികാരം എനിക്കും വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ അവന്റെ ഹൃദയത്തിൽ തോന്നിയതായിരിക്കുന്ന ഈ വിചാര നിമിത്തം ഈ ശിമോൻ ഈ അപ്പോസ്തലന്മാരുടെ അടുക്കല് ദ്രവ്യം കൊണ്ടുവന്നിട്ട്, പണം കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഞാനും ഒരു വ്യക്തിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇത് ചോദിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ ദാസന്മാർ പറയുന്നതായ ഭാഗമാണ് നാം വായിച്ചത്. പത്രോസ് പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശിമോനും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണമെന്നല്ല അവൻ ആഗ്രഹിച്ചത്. അവൻ ആരുടെയെങ്കിലും മേൽ കൈവയ്ക്കുമ്പോൾ ഇതേ അധികാരം ഇവനിൽ നിന്ന് പുറപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ കാണുന്ന ദൈവമാ. നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും നമ്മുടെ സകല ഹൃദയത്തിൻ്റെതായിരിക്കുന്ന നിലവുകളെയും ആഴത്തിൽ ആരാഞ്ഞറിയുന്ന ദൈവത്തിന് എന്തുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് നാം സംസാരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തിലെ ഉദ്ദേശം എന്താണ് എന്ന് വളരെ വ്യക്തമായി സ്തോത്രം ദൈവത്തിന് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ നേരിയുള്ള
നേരുള്ളതല്ല എങ്കിൽ ദൈവത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളോ നന്മയോ പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ശിമോൻ സ്തോത്രം യേശുവിനെ അറിയുന്നതിന് മുമ്പ്, ദൈവവചനം കേൾക്കുന്നതിന് മുമ്പ് ആഭിചാരത്താൽ വലിയ സ്തോത്രം അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്ത് ജനത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നതാ. എന്നാൽ ദൈവവചനത്തിലേക്ക് കടന്നു വന്നപ്പോൾ പിന്നീട് അവനിലൂടെ യാതൊന്നും നടക്കുവാനിടയായി തീർന്നില്ല. ഹല്ലേലൂയ. കാരണം എന്താ? ഇവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പോ ഇവനും ഒരു ആഗ്രഹം, ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നതല്ലേ, പ്രൈസ് ലോർഡ്, ഇവനിലൂടെയും ഇത് ചെയ്യണമെന്നുള്ളതായിരിക്കുന്ന ആ ഒരു ദുരാഗ്രഹം ഇവന്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ പറയുവാനിടയായി തീർന്നത്. അല്ലല്ലേ, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല എന്ന്. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അന്തരംഗത്തെ നന്നായി അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആഗ്രഹങ്ങളും നീതിയുള്ളതല്ല എങ്കിൽ, അതിലൊരു സത്യമില്ല എങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് അത് നമുക്ക് നൽകി തരുവാനായിട്ട് സാധ്യമല്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ ദാസൻ പറയുകയാണ്, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവൻ ചോദിച്ചതായിരിക്കുന്ന ഈ കാര്യത്തില് അവന് പങ്കുമില്ല, ഓഹരിയുമില്ല എന്ന് പറയുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, കർത്താവ് ദാനമായി നൽകുന്ന ആ കർത്താവിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കുന്ന ദാനം അത് നമ്മിൽ പകരപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയം നേരുള്ളതായിരിക്കണം. ഹല്ലേലൂയ. ഒരു വിശുദ്ധമായിരിക്കണം, ഒരു പവിത്രമായിരിക്കണം. ദൈവം നോക്കുമ്പോൾ ഹല്ലേലൂയ കളങ്കമൊന്നും കാണുവാനായിട്ട് പാടില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ശിമോന് അതേ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കാത്തത് കൊണ്ട് ഹല്ലേലൂയ അതിൽ അവന് ഓഹരിക്കാരനാകുവാൻ സാധിച്ചില്ല. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആരെങ്കിലും ദൈവത്തിനായിരിക്കുന്ന കൃപയിൽ വളരണമെന്ന്, ഹല്ലേലൂയ, ദൈവികമായിരിക്കുന്ന കൃപാവരങ്ങളിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ഒന്നാമതായി ചെയ്യേണ്ടത് ദൈവത്തിന്റെ സന്നിധി നമ്മുടേതായിരിക്കുന്ന ഹൃദയം സ്തോത്രം കളങ്കമില്ലാത്തതായി നേരുള്ളതായി ദൈവസന്നിധി നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം പത്രോസ് പറയുന്നതായിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് വളരെ ശ്രദ്ധേയമായി ഇവിടെ കാണാൻ സാധിക്കുക. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. അപ്പോൾ പത്രോസ് പറയുകയാണ്, അവന്റെ ഹൃദയം വഷളത്തരമാണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഹൃദയത്തിലെ വഷളത്തരങ്ങൾ വിട്ടുകളയുമ്പോൾ മാത്രമാണ് ദൈവികമായിരിക്കുന്ന അല്ലെങ്കിൽ ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പങ്കുള്ളവരായി തീരുവാനിടയാകുകയുള്ളൂ. ഹല്ലേലൂയ. വഷളത്തരം എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വഷളത്തരം വിട്ട് നാം മാനസാന്തരപ്പെടണം. പ്രൈസ് ലോർഡ്. ശിമോനോട് പറയുകയാണ്, നീ ഈ വഷളത്തരം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായി വഷളത്തരങ്ങൾ നീക്കി കളയണം. രണ്ടാമത് മാനസാന്തരപ്പെടുവാനിടയായി തീരണം. അതിനുശേഷം പ്രാർത്ഥിക്കുവാനാണ് കർത്താവിന്റെ ദാസൻ ഇവിടെ ശിമോനോട് ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. നാമൊക്കെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എപ്രകാരമാണ്? ഹല്ലേലൂയ. ഹൃദയത്തിൽ വഷളത്തരങ്ങൾ എന്തെങ്കിലും വിട്ടുകളയാത്ത വഷളത്തരങ്ങൾ എന്തെങ്കിലും സ്തോത്രം നാം ഹല്ലേലൂയ മൂടി വെച്ചിട്ടുണ്ടോ? നാം മാനസാന്തരപ്പെടാത്തതായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം കളങ്കത്തോടുകൂടിയാണോ നാം ദൈവസന്നിധിയിലായിരുന്നു പ്രാർത്ഥിക്കുന്നത്? എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഒന്നാമത് നാം വഷളത്തരങ്ങൾ വിട്ടുകളയണം, രണ്ടാമത് നാം മാനസാന്തരപ്പെടണം, അതിനുശേഷമായി നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ നാം മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഹല്ലേലൂയ ഓഹരിക്കാരായി തീരുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതിനുശേഷമായി നാം കാണുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. ആമേൻ. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനേക ബന്ധനങ്ങളെ കുറിച്ചും കെട്ടുകളെ കുറിച്ചും ഒക്കെ നാം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ബന്ധനം അഴിക്കുന്ന അനേകരെ നാം കാണുന്നുണ്ട്. എന്നാൽ സ്തോത്രം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ഇവിടെ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നതായിരിക്കുന്ന ഒരു ബന്ധനം. ഹല്ലേലൂയ. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനീതിയായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനമോട് പറയുകയാണ്, നാം ബന്ധിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. ആരാണ് നമ്മെ ബന്ധിച്ചത്? പുറത്തുള്ള ഒരു വ്യക്തിയല്ല, മറ്റാരുമല്ല നമ്മെ ബന്ധിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നാം നീക്കിക്കളയാത്തതായിരിക്കുന്ന അനീതിയാണ് നാം ബന്ധിക്കപ്പെടുവാൻ കാരണമായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അനീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ബന്ധിക്കപ്പെട്ടവരാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്.
പറയാണ്. ഹല്ലേലൂയ. ഈ ബന്ധനം അഴിക്കണമെങ്കിൽ അമ്മ മറ്റാർക്കും സാധ്യമല്ല. അത് നാം തന്നെ അഴിപ്പാനിടയായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന സകല അനീതി നാം നീക്കിക്കളയുമ്പോൾ നമ്മുടെ ബന്ധനങ്ങൾ താനെ അഴിയുവാനിടയായി തീരും. ഹല്ലേലൂയ. കയ്പുള്ള പക നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ നേരുള്ളവരല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കയ്പും എല്ലാ പകയും നാം നീക്കിക്കളഞ്ഞിട്ട് നാം നീതിയുള്ളവരായി തീരണമെന്ന് ദൈവവചനം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. അവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ദൈവം നമ്മെ നോക്കുമ്പോൾ ഹല്ലേലൂയ നാം സ്തോത്രം കയ്പുള്ളവരായിരിക്കരുത്. നാം പകയുള്ളവരായിരിക്കരുത്. സ്തോത്രം. നാം അനീതിയാൽ ബന്ധിക്കപ്പെട്ടവരായിരിക്കരുത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി, നേരുള്ളവരായി, നിഷ്കളങ്കതയുള്ളവരായി ദൈവത്തിന്റെ സന്നിധിയിൽ മാനസാന്തരത്തോടെ മാനസാന്തരത്തിന്റെ അനുഭവമുള്ളവരായിരിക്കുമ്പോൾ നിശ്ചയമായി ദൈവം നമ്മെയും അനുഗ്രഹിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് ദാനമായി നൽകുന്ന ദൈവിക ദാനങ്ങൾ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ഒന്നാമത് നേരുള്ളതായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമുക്ക് ഈ വേദഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മെ ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന ഒരു ജനം. ആമേൻ. 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും നാം വായിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. കണ്ടോ? അപ്പോൾ ഫിലിപ്പോസിനെ ഇവൻ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന ഒരു ജനത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 10-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്നും പറഞ്ഞ് ആബാലവൃത്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. കേട്ടോ? അപ്പോ ഈ ശിമോനെയും ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന ഒരു ജനം. ഹല്ലേലൂയ. ഫിലിപ്പോസിനെയും ശ്രദ്ധിച്ചു. ഈ ശിമോനെയും ശ്രദ്ധിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ച കണ്ടോ? അപ്പോ നാം പറയുന്ന കാര്യങ്ങൾ ജനം വിശ്വസിക്കണമെങ്കിൽ അവരത് പെട്ടെന്ന് വിശ്വസിക്കുകയില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് നാം പ്രവർത്തിക്കുന്നത്, നാം ആരാണ് എന്നൊക്കെ വളരെ വ്യക്തമായി അവർ ശ്രദ്ധിച്ചതിന് ശേഷമാണ് നമ്മെ വിശ്വസിപ്പാനിടയായി തീരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന ഒരു ജനമുണ്ട് എന്ന് നാം വളരെ ഹല്ലേലൂയ സ്തോത്രം കരുതേണ്ടതായിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നാം പോകുന്നത്, വരുന്നത്, നാം സംസാരിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം വളരെ സൂക്ഷ്മത്തോടെ ജനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, നമുക്ക് എങ്ങനെയും ജീവിക്കാനായിട്ട് പാടില്ല. ജനം നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ചൊരു വിശ്വാസം ഉളവായി വരത്തക്കവണ്ണം ഹല്ലേലൂയ നമ്മുടേതായിരിക്കുന്ന സംസാരങ്ങൾ, നമ്മുടേതായിരിക്കുന്ന പ്രവൃത്തികൾ, നമ്മുടേതായിരിക്കുന്ന വിശ്വാസം എല്ലാം ഹല്ലേലൂയ ജനം നമ്മെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് വിശ്വസിപ്പാൻ തക്കവണ്ണമുള്ളതായിരിക്കണമെന്ന് വചനമിടം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ജനം വിശ്വസിപ്പാൻ തക്കവണ്ണം നമ്മുടെ പ്രവൃത്തികൾ അവിടെ മുമ്പാകെ തെളിഞ്ഞു വരേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അമേൻ. അതുകൊണ്ട് നാം പറയുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ അതവർ വിശ്വസിപ്പാനായിട്ടിടയായി തീരണം. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, മന്ത്രവാദികൾ കൂടെ ഭയപ്പെട്ട് ഈ ദൈവവചനത്തോട് ചേർന്ന് വരുവാൻ തക്കോണം നാം അധികാരമുള്ളവരായി, ദൈവകൃപ നമ്മിലൂടെ വ്യാപരിക്കുന്നവരായി നാം തീരണം. ഹല്ലേലൂയ. അങ്ങനെയെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ നാം അടുത്തു വരുമ്പോൾ നാം ആയിരിക്കുന്ന പട്ടണം സന്തോഷിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. ഫിലിപ്പോസിലൂടെ നടന്നതായിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടപ്പോൾ ഹല്ലേലൂയ ജനം വിശ്വസിപ്പാനിടയായി തീർന്നു. പട്ടണം സന്തോഷിപ്പാനിടയായി തീർന്നു. ഞാൻ നിങ്ങൾ പാർക്കുന്ന ദേശങ്ങൾ, ഞാൻ നിങ്ങൾ പാർക്കുന്ന പട്ടണങ്ങൾ നമ്മുടെ കർത്താവായ യേശുവിനെ വിശ്വസിപ്പാനും പട്ടണം സന്തോഷിപ്പാനും നാം മുഖാന്തരമായി തീരണമെങ്കിൽ ഹല്ലേലൂയ നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന് മുമ്പാകെ ഹല്ലേലൂയ നാം നീതിയുള്ള
നീതിയുള്ളവരായി, നാം നേരുള്ളവരായി, ഹല്ലേലൂയ, ദൈവത്തിന് പ്രസാദമുള്ള മക്കളായി നമ്മെ ജീവിപ്പാൻ തൊക്കണം നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മെ ശ്രദ്ധിക്കുന്ന ജനമുണ്ട്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ആകിയാൽ കർത്താവിൻ്റെതായിരിക്കുന്ന ഹിതം പോലെ ദൈവവചനത്തിലൂടെ നമ്മിലൂടെയും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഫിലിപ്പോസ് 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ളതായ ശിഷ്യനല്ലായിരുന്നു. സ്തോത്രം. ചിതറിപ്പോയവരുടെ കൂട്ടത്തിലുള്ള ശിഷ്യനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം വളരെ ശ്രേഷ്ഠതകളൊന്നുമില്ലാത്ത വ്യക്തികളായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നാം വിശ്വസിക്കുകയും ദൈവത്തിന്റെ വചനം നമ്മിലൂടെ ഘോഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ഹല്ലേലൂയ, ഫിലിപ്പോസിലൂടെ ദൈവത്തിന്റെ വചനം പറഞ്ഞതുപോലെ സ്തോത്രം, അനേകർ വിടിവെക്കപ്പെട്ടതുപോലെ, പട്ടണം സന്തോഷിച്ചതുപോലെ നമ്മിലൂടെയും ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. ആകിയാൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വചനം നമ്മെ അനുഗ്രഹിക്കട്ടെ, വചനം നമ്മെ വിടുവിക്കട്ടെ, വചനം നമ്മെ ഉയർത്തട്ടെ. വചനത്താൽ സ്തോത്രം, നമ്മെ കേൾക്കുന്ന ജനം വിടുതൽ പ്രാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രകാരം ഒരു അവസരത്തെ എനിക്ക് വേണ്ടി വേദനിച്ച ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ ആയിരിക്കുന്ന റോസിലും സുരേഷ് ദേവദാസുള്ളതായിരിക്കുന്ന നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.